ഇതിൽ പിന്നെ മാറ്റി വെക്കുകയാണ്. പിന്നെ നല്ല നാണയങ്ങളൊക്കെ കുറേ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനോ അതിൻ്റെ പിന്നെ എന്താ വെച്ചാൽ കൊടുക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ മൂല്യം അറിയാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ അങ്ങനെയാണ് ശേഖരണത്തിലുണ്ട്. പിന്നീട് ഉള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 1 രൂപ തൊട്ട് ഇപ്പോൾ ഉള്ള 1000 രൂപ വരെയുള്ള നോട്ടുകളുണ്ട്. അത് ഓരോ വർഷത്തിലും വ്യത്യാസങ്ങളുണ്ട്. അത് രണ്ട് നമ്മളിപ്പോൾ ആരും ഇതേമാതിരി പൈസകൾ അല്ലെങ്കിൽ നോട്ട് കിട്ടിയാലും ഇതിലത്തെ ഈ വ്യത്യാസങ്ങൾ ഈ കുട്ടികളുടെ പുസ്തകം എനിക്ക് ഈ എന്തെങ്കിലും ചിത്രങ്ങൾ കാണുമ്പോൾ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു തോന്നലും കൂടെ അതിൽ പരിപാടികളുണ്ടല്ലോ. അങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഇങ്ങനെയുള്ള ഓരോന്ന് മാറ്റി വെച്ചിട്ടുള്ള ശീലങ്ങൾ തുടങ്ങുന്നത്. ആദ്യത്തെ 2 രൂപയാണ്. പുറകിൽ ഒരു ഇത് ഗാന്ധിജിയുടെ ഇതുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ മാനാണ് 5 രൂപയിലുള്ളത്. പഴയ നോട്ടുകൾ ഒക്കെ പിന്നെ അക്ഷരങ്ങൾക്ക് കോഡുകൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പുതിയ ഉള്ള 5 രൂപ ഇതാണ് പാളനോട്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാളനോട്ട് എന്നുള്ളത് 10 രൂപ വലുപ്പം അത്രയാണ്. പിന്നെ അതിന് ശേഷം ഇറങ്ങിയ നോട്ടുകളാണ്. അതിലും ഈ ഇതാണ് കുറേ വ്യത്യാസങ്ങൾ. പിന്നെ ഈ നമ്പറിൽ നോട്ടിൻ്റെ നമ്പറിൽ ഈ കോഡ് നമ്പറുണ്ട്, അത് വ്യത്യാസങ്ങളുണ്ട്. ഇതിലൊന്ന് ഇത് കണ്ട് രണ്ടും ഒരേമാതിരി ആണെങ്കിലും പക്ഷേ ഇത് വ്യത്യാസമുണ്ട് നമുക്ക്. അങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ. അപ്പോൾ ഇത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക ാണ് ഞാൻ ഇങ്ങനെ ഒരു ശേഖരണം ഉദ്ദേശിക്കുന്നത്. ഈയിടെ എനിക്ക് പിന്നെ കിട്ടിയൊരു അറിവാണ്. ഇപ്പോൾ ഈ നമ്മൾ നോട്ടിൽ ഈ 786 അത് ചിലത് ആദ്യമുള്ളതുണ്ട്, ഈ അവസാനമുള്ളതും. അതിനാണ് കുറച്ചുകൂടെ ഇത് പിന്നെ മൂല്യം പറയുന്നത്. ഞാൻ പോയി വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട് അതിന് കൂടുതൽ പൈസ വിലയുണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മളും അത് ഇങ്ങനത്തെ നോട്ടുകൾ 786 അവസാനം വരുന്ന നോട്ടുകൾ അങ്ങനെ കിട്ടലില്ല. ആദ്യം ഇറങ്ങിയ 20 രൂപയാണിത്. പിന്നെ രണ്ടാമത് ഇറങ്ങിയാണ് ഇതിൽ കമ്പിയില്ല. പിന്നെ മൂന്നാമത് ഇറങ്ങിയ 20 കമ്പി, വെള്ളിക്കമ്പി മാതിരിയുള്ളതുണ്ട്. ഈ അവസാനം ഉള്ള 20 രൂപ ഇപ്പോഴുള്ള ഇതാണ് ആദ്യത്തെ 50 രൂപ നോട്ട്. അതിന് ശേഷം ഇറങ്ങിയ നോട്ടിൽ പിന്നെ കമ്പിയില്ലാത്ത 50-ൻ്റെയാണ് ഇറങ്ങിയത്. പിന്നീട് കമ്പിയിൽ ഉള്ള 50 പിന്നെ അവസാനം ഇറങ്ങിയത് ഈ കോഡ് രൂപയുടെ നമ്പർ ഇവിടെ നിന്നിട്ട് വലുപ്പ വ്യത്യാസമുണ്ട്.
നോട്ടിൻ്റെ മുമ്പത്തെ ഈ വലിയ പാളപ്പത്ത് എന്ന് പറഞ്ഞില്ല, ആ നോട്ടിൻ്റെ കാലത്തുള്ള 100-ൻ്റെ നോട്ട് കിട്ടിയിട്ടില്ല. അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അന്വേഷിച്ച ഒരു പ്രാവശ്യം കാണുന്നുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം ഇത് ശേഖരണം കാണാൻ പോയപ്പോൾ. പക്ഷെ അവൾ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് മേടിക്കാതെ ഇരിക്കണം. പിന്നെ അതിന് ശേഷം പിന്നെ ആദ്യം ഇത്തിരി വലിയ ഈ നോട്ടിന് ശേഷം ഇറങ്ങിയ നോട്ടാണ് കമ്പി വെള്ളിക്കമ്പിയാണ്. പിന്നീടാണ് ഈ പച്ച കമ്പിയായത്. അതിലിതേമാതിരി അക്ഷരങ്ങൾ ഇത് നമ്പറിൻ്റെ അളവ് മാറ്റുന്നുണ്ട്. ഇതാണ് ആദ്യം ഇറങ്ങിയ 500-ൻ്റെ നോട്ട്. അത് മേടിച്ചതൊന്നുമല്ല, സ്വന്തം കയ്യിലുണ്ടായിരുന്നൊന്നും മാറ്റി വെച്ച് തന്നെ അന്നത്തെ കാലത്ത് കുറേ കാലം ആയി. ഈ 500-ന് ശേഷം ഇറങ്ങിയതാണ് ഈ 500. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് വെള്ളിക്കമ്പികൾ. പിന്നെയാണ് ഈ നോട്ടുകളാണ് ഇപ്പോൾ നിരോധിച്ചത്. അതങ്ങനെ ഒരു നോട്ട് എങ്ങനെ കിട്ടിയതാണ്. അത് കിട്ടാൻ നല്ല പറയാ 1000-ൻ്റെ പറഞ്ഞല്ലോ. പിന്നെ വിദേശ നോട്ടുകളുണ്ട്. അത് മലേഷ്യയുടെ ഉണ്ട്, UAE-യുടെ ഉണ്ട്. ഇന്ത്യങ്ങളും അതിനൊക്കെ ഇന്ത്യൻ മൂല്യങ്ങൾ കാര്യമായിട്ട് അറിയില്ല.